വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാനൊരു ട്രാവൽ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൊണോവർ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഹൊണോവറിൽ ഡേ 1 ആണ് ഇന്ന് രാവിലെ തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ഇഡ്ഡലിയും മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നും എന്തൊരു കോംബോയാണ്, ഒരു കോമ്പിനേഷൻ ഇല്ലാത്തതൊക്കെ ആണല്ലോ ഇഡ്ഡലിയും മുട്ടക്കറിയും എന്നൊക്കെ പറയുമ്പോൾ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കാൻ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറും ചട്നിയൊക്കെ അല്ലേ ഉണ്ടാവാറ്. പക്ഷേ നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഇഡ്ഡലിയും മുട്ടക്കറിയായിരുന്നേ. പക്ഷേ ഈ കോംബോ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഒരു പുഴുങ്ങിയ ബനാനയും കൂടി നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി വൈകുമെന്ന് അറിയുന്നതുകൊണ്ട് അതൊക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഐ വി ട്രിപ്പൊക്കെ ആണെങ്കിലും ഫസ്റ്റ് 2 days ഒക്കെ നമ്മൾ എല്ലായിടത്തും കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഹൊണോവറിലുള്ള മെയിൻ ഫേമസ് ആയിട്ടുള്ള പ്ലേസസിലൊക്കെ. അപ്പോൾ ആദ്യത്തെ ഡേയ്സിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് മിർജാൻ ഫോർട്ടിലോട്ടാണ്. ഫേമസ് ആയിട്ടുള്ള ഫോർട്ടാണ് ഹൊണോവറിലെ. അപ്പോൾ ഇതാണ് മിർജാൻ ഫോർട്ട്. മിർജാൻ ഫോർട്ടിൽ പോയപ്പോഴത്തോട്ടും രാവിലെ തന്നെ ഇച്ചിരി വെയിലായിരുന്നേ. അപ്പോൾ നമ്മളെല്ലാവരും കുടയും ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മരത്തിൻ്റെ ഇടയിൽ നല്ല തണലായിരുന്നു, അതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇതിന് ചുറ്റും നടക്കുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് കുറേ നേരം നമ്മുടെ ഈ മരത്തിനടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ദേവിയൊക്കെ ഉണ്ടായിരുന്നു ഈ മരത്തിൻ്റെ ഇടയിൽ, ഒരു പൂജ പോലെയാണെന്ന് തോന്നുന്നു അവരുടെ. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ മിർജാൻ ഫോർട്ടി ഫസ്റ്റ് പോയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, അയ്യോ ഞാൻ എപ്പോഴും പോകുന്നത് ബേക്കൽ ഫോർട്ടിലൊക്കെ ആണല്ലോ, ഇവിടെ വന്നിട്ട് അയ്യോ ഫസ്റ്റ് എൻ്റെ ഫോർട്ടാണല്ലോ കാണണ്ടേന്നൊക്കെ ഒരു സങ്കടം പോലെയൊക്കെ ആയിരുന്നു. കാരണം കാസർഗോഡ് ഞാൻ എന്നും പോകുന്നത് ഈ ഫോർട്ടിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടും ഫോർട്ടാണല്ലോ എന്നോർത്ത് ചെറിയൊരു നീരസം ഉണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ മാറി കുറേ നേരം അവിടെയൊക്കെ ചുറ്റി നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒത്തിരി എൻജോയ് ചെയ്തു. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ കറങ്ങിയപ്പോൾ നടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഫോർട്ടിൽ പോയപ്പോൾ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ റൗണ്ടിൽ വലിയ ആഴത്തിൽ കിണറൊക്കെ ഉണ്ടായിരുന്നേ. ദേ കണ്ടോ, ദേ ഇതുപോലത്തെ വലിയ വലിയ കിണറുണ്ടായിരുന്നേ. അത് ഒരു സ്ഥലത്തല്ല, കുറേ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ കുറേ വ്ളോഗിന് എനിക്ക് പോസ്റ്റൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്, എന്നിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണേ. സത്യത്തിൽ ഞാൻ എൻ്റെ വ്ളോഗിങ് പരിപാടി കുറേ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ NCCയുടെ ഒരു ട്രെക്കിംഗ് ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രെക്കിംഗ് ക്യാമ്പിന് പോയപ്പോൾ അവിടെ പോയാൽ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാവൽ വ്ളോഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പിന്നീട് ഫസ്റ്റ് വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ആണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊരു മെമ്മറി പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് പിന്നീട് കുറച്ച് ഡെയിലി വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഓർത്തു ഇതൊക്കെ ഒരു മെമ്മറീസ് പോലെ പിന്നെ ഒരു കാലത്ത് ഇരുന്ന് കാണാമല്ലോ എന്ന് ഓർത്താ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വ്ളോഗിങ് എടുക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്തായാലും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇത് നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രാവൽ വ്ളോഗും ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് പോസ്റ്റ് ചെയ്യുന്നത്. വല്ല കാലത്തെടുത്ത് കാണാൻ ഇതൊക്കെ അല്ലേ ഒരു രസം. അപ്പോൾ നമ്മൾ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരം ഉണ്ടായിരുന്നേ ട്രാവൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ട് പോയി. പിന്നെ ഇവിടെ പോകുന്ന നേരത്ത് എല്ലായിടത്തും ഒരു പ്രകൃതി ഭംഗി പോലെ ഫീൽ ചെയ്യായിരുന്നു, എല്ലായിടത്തും ഇങ്ങനെ കാണാൻ വേണ്ടി. അപ്പോൾ കുറച്ച് നേരത്തെ ട്രാവലിങ്ങിനൊക്കെ ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് ഇച്ചിരി കൂടി നടക്കാനുണ്ടായിരുന്നേ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി. അപ്പോൾ കുറച്ച് നേരം നടന്നതിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഓം ബീച്ചിലോട്ട് നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ഓം ബീച്ച്. അപ്പോൾ എന്താ, എല്ലാവർക്കും വെൽക്കം ടു ഓം ബീച്ച്. അപ്പോൾ നമ്മൾ ഓം ബീച്ചിൽ എത്തിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ കുറേ കടകളുണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ ആയിട്ട് ബീച്ചിൻ്റെ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു ഈ ഷെൽസും പേഴ്സൊക്കെ വെച്ച് ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ചെയിൻസ്, ഹാൻഡ് ചെയിൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. പിന്നെ എത്തിയപ്പോൾ തന്നെ അതൊന്നും നോക്കാൻ നിന്നില്ല, നേരെ നമ്മൾ ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി കുറേ നേരം നമ്മളവിടെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ബീച്ചിൽ കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കുറേ നേരം ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടന്നും ബീച്ചിൽ കളിച്ചും ഒക്കെ കുറേ നേരം ഷോപ്പിങ്ങൊക്കെ ചെയ്ത് അവിടെ തന്നെ കറങ്ങി നടപ്പുണ്ടായിരുന്നേ. അപ്പോൾ കുറേ നേരം നമ്മൾ ഓം ബീച്ചിൽ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറങ്ങി നടന്നും വെള്ളത്തിലിറങ്ങി കളിച്ചും പിന്നെ ഷോപ്പിങ്ങുകളൊക്കെ ചെയ്തും പല സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ കുറേ നേരം നമ്മളെല്ലാവരും അവിടെ തന്നെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയായിരുന്നു എല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും കറങ്ങാൻ പോയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറേ അധികം സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയും കുറേ നേരം നമ്മളെല്ലാവരും അവിടെ ചിലവഴിച്ച് കറങ്ങി ഉല്ലസിച്ച് നടന്നിട്ടുണ്ടായിരുന്നേ.
അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ മഞ്ജു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ജു അങ്കിളിനാണെങ്കിൽ നമ്മൾക്ക് ഫോട്ടോ എടുത്തു തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും അവിടെ നിന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ സ്ഥലങ്ങളിലെ മെമ്മറീസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി കുറേ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കാവേ. ഫോട്ടോസും വീഡിയോസും നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഒക്കെ വീഡിയോയുടെ അവസാനം ക്ലിപ്പിങ്സ് ആയിട്ട് കൊടുക്കാവേ. അപ്പോഴെന്താ ഡേ 1 വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഉണ്ട് ഡേ 1 വിശേഷങ്ങൾ. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവേ. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന കുറച്ച് സാഹസികതകൾ നിറഞ്ഞ സ്ഥലത്തോട്ടാണ്. അപ്പോൾ അത് ഇച്ചിരി അടിപൊളിയാണ്. അപ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോസും ഫോട്ടോസും ഒന്നും കാണാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിത് അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ കണ്ടു നോക്കും, എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയൂ. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗിലെ ത്രില്ലിംഗ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.